പറ്റാതെ സൂക്ഷിക്കുന്നത് ഇത്തരം മേളകളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാലക്കാട് കഴിഞ്ഞ 7 ദിവസക്കാലം കേരളത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സാംസ്കാരിക പൈതൃകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിമാനകരമായ നിലയിൽ ഈ കലോത്സവത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പാലക്കാട് സംഗീതത്തിന്റെ നാടാണ്. സംഗീതത്തിന്റെ ലഹരിയിൽ ആറാടുന്ന നാടാണ് പാലക്കാട്. പാലക്കാട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഊട്ടി വളർത്തുന്ന സമ്പൽ സമൃദ്ധമായ പ്രദേശമാണ് പാലക്കാട്. ഒരുപക്ഷെ പാലക്കാട് കൃഷിയിലായിരുന്നെങ്കിൽ കേരളം ദാരിദ്ര്യത്തിൽ. ഇതിന് ആനുപാതികമെന്നവണ്ണം പരാതികളും ഏറുന്നുണ്ട്. ആശാസ്യമല്ലാത്ത മത്സര സ്വഭാവം കാണുന്നുമുണ്ട്. കുട്ടികളുടെ ഇടയിൽ നിന്ന് മത്സരത്തിന്റെ വീറും വാശിയും രക്ഷിതാക്കളിലേക്കും അധ്യാപകരിലേക്കും സംക്രമിപ്പിക്കുന്ന സ്ഥിതിയുമുണ്ട്. ഇത് ഗുണകരമാണെന്ന് പറഞ്ഞുകൂടാ. അപ്പീലുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതാണ് ഒരു പ്രശ്നം. ഇത്തവണ അപ്പീലുകളുമായി മത്സരിക്കാൻ എത്തിയവരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് മത്സരങ്ങളെ മാത്രമല്ല സംഘാടകരെ പോലും വല്ലാതെ ബുദ്ധിമുട്ടിക്കും. എന്തുകൊണ്ടാണ് അപ്പീലുകൾ വർദ്ധിക്കുന്നത്? ജില്ലാതല മത്സരങ്ങളിലെ വിധി നിർണയത്തിൽ അപാകതയുണ്ടാകുന്നത് എന്താണ് അതിൻ്റെ പ്രതിവിധി? വിധി നിർണയം കുറ്റമറ്റതും ചോദ്യം ചെയ്യാനാവാത്തതുമാവുകയാണ് പ്രധാനം. ഇങ്ങനെ ആവണമെങ്കിൽ ബുദ്ധികർത്താക്കളായി എത്തുന്നവർ കലയോട് സമർപ്പിത മനോഭാവം പുലർത്തുന്നവരായിരിക്കണം. കലാബാഹ്യമായ ഒന്നിനും അവർ വഴിപ്പെടരുത്. ഒരു തരത്തിലുള്ള സ്വാധീനത്തിനും പ്രലോഭനങ്ങൾക്കും അവർ അടിപ്പെട്ടുകൂടാ. ഉപജില്ലാ മത്സരങ്ങൾ തൊട്ട് തന്നെ ഇത്തരത്തിലുള്ള വിദഗ്ധരെ ഓരോ ഇനത്തിലും വിധികർത്താക്കളാക്കണം. അങ്ങനെ വരുമ്പോൾ പരാതികളും അപ്പീലുകളും പരമാവധി കുറയും. വിധികർത്താക്കളാകാൻ പരിഗണിക്കപ്പെടുന്നവരുടെ ഒരു ചുരുക്കം പട്ടിക നേരത്തെ തന്നെ പ്രസിദ്ധപ്പെടുത്തുന്നതിനെ പറ്റിയും ആലോചിക്കാവുന്നതാണ്. പരിഗണിക്കപ്പെടുന്നവർ അതത് മേഖലകളിൽ ഏറ്റവും യോഗ്യരാണോ എന്ന് മത്സരാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഈ ചുരുക്കപ്പട്ടികയിൽ നിന്ന് അന്തിമ ലിസ്റ്റ് രഹസ്യമായി എടുക്കാവുന്നതുമാണ്. കലാപ്രതിഭ, കലാതിലകം തുടങ്ങിയ പട്ടങ്ങൾ ഒഴിവാക്കിയത് നല്ല ഉദ്ദേശത്തോടെയാണെങ്കിലും അതിന് പകരം ആവിഷ്കരിച്ച ഗ്രേഡിംഗ് സമ്പ്രദായം പൂർണ്ണമായും ഫലവത്തായിട്ടില്ല. ഇപ്പോഴും ക്യാഷ് അവാർഡ് നൽകുന്നതിന് ഗ്രേഡിനോടൊപ്പം 1, 2, 3 സ്ഥാനക്കാരെ നിശ്ചയിക്കുന്നുണ്ട്. ഗ്രേഡിങ്ങിൻ്റെ അന്തസ്സത്ത പൂർണ്ണമായി വരത്തക്ക തരത്തിൽ എങ്ങനെ ഇത് നടപ്പിലാക്കാമെന്നാലോചിക്കണം. നൃത്തം പോലുള്ള പല മത്സരങ്ങൾക്കും വലിയ സാമ്പത്തിക ചെലവ് വരുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇതുമൂലം പാവപ്പെട്ട കുട്ടികൾക്ക് പലർക്കും തങ്ങളുടെ സർഗപ്രതിഭ പ്രകടിപ്പിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. കടം വാങ്ങിയും വീടിൻ്റെ ആധാരം പണയം വെച്ചുമൊക്കെ മത്സരത്തിനെത്തുന്ന കഥകൾ പലപ്പോഴും നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് പരിശീലനം നൽകാനും അവരെ മത്സരരംഗത്ത് ഉറപ്പിച്ചു നിർത്താനും എന്തു ചെയ്യാൻ കഴിയുമെന്ന് അധികൃതർ ആലോചിക്കണം. അടുത്തയിടെ നമ്മുടെ സ്കൂൾ കായിക താരങ്ങൾ റാഞ്ചിയിൽ നടന്ന ദേശീയ സ്കൂൾ മീറ്റിന് പോയത് എങ്ങനെയെന്ന് നമുക്കറിയാം. കാലികളെ കൊണ്ടുപോകുന്ന പോലെ തികച്ചും നിരുത്തരവാദപരമായ രീതിയിൽ ട്രെയിനുകളിൽ കുത്തി നിറച്ചാണ് അവരെ കൊണ്ടുപോയതെങ്കിലും മിടുക്കന്മാരായ നമ്മുടെ കുട്ടികൾ തുടർച്ചയായി